അപ്പോൾ ഗൈസ് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു താറാവ് മപ്പാസ് വെക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രീസറിൽ ഇന്നലെ വാങ്ങിച്ചു വെച്ച താറാവാണ്. അത് നമ്മളിങ്ങനെ വെളിയിലെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഫ്രീസറിൽ നിന്ന് എടുത്ത താറാവാണ്, ഒരു 2 കിലോയോളം വരും. നമുക്കിനി ഇത് വെള്ളത്തിലോട്ടിടാം. അപ്പം നമ്മുടെ താറാവ് വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന പോലെ നമ്മുടെ താറാവ് മപ്പാസ് ആവാൻ പോവാണ്. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ താറാവ് വെള്ളത്തിൽ കിടന്ന് കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ പൊട്ടിച്ച് അതിൽ നിന്ന് തേങ്ങാപ്പൂൾ എടുത്തിട്ട് നമുക്കത് കഷ്ണമായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാലെടുക്കാം. അപ്പം നമുക്ക് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ കോട്ടയംകാരുടെ താറാവ് മപ്പാസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് പുതിനയിലയും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കിഴങ്ങ് ഇടുന്നുണ്ട്, തക്കാളി, പിന്നെ തേങ്ങാപ്പാല്, പിന്നെ അതിന് വേണ്ടുന്ന മസാലകൾ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് താറാവ് മപ്പാസ് കറി ഉണ്ടാക്കാൻ വേണ്ടുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ താറാവ് അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ താറാവ് മപ്പാസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വലിയൊരു കടായി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിൽ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒരുപാട് ബ്രൗൺ നിറം ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കുക. അതോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മസാല എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുവാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതും കൂടെ ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മസാലയെല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന താറാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഏകദേശം 2 കിലോ താറാവുണ്ട്. നമ്മളത് ഇട്ട് കൊടുക്കുവാണ്. യുകെയിൽ നമുക്ക് നാടൻ താറാവ് കിട്ടില്ല. ഇവിടുത്തെ താറാവാണ്. ക്ലീൻ എല്ലാം ചെയ്ത് വെച്ച താറാവ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
കുറച്ച് നേരം അങ്ങനെ നമ്മൾ ഇളക്കി യോജിച്ച് വെക്കുകയാണ്. അപ്പം നമ്മുടെ മസാലയൊക്കെ നമ്മുടെ താറാവ് ഇറച്ചിക്കായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് അടച്ചിത് വേവിക്കുവാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വേവിക്കുക. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്, ഒരു ഉരുളക്കിഴങ്ങാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് താറാവ് മപ്പാസിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങ്. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ താറാവിറച്ചി നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുവാണ്. അതിലേക്ക് നമ്മൾ ഇനി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് 2ാം പാലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുവാണ്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മപ്പാസിന് നല്ല രുചിയായിരിക്കും. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇതൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല കൊഴുപ്പും രുചിയും ഒക്കെ തരും. അപ്പം നമ്മുടെ താറാവ് കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ താറാവ് മപ്പാസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിക്കാനുണ്ട്. ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ താറാവ് മപ്പാസ് കറി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.